السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أما بعد. إنا جعلنا ما على الأرض زينة لها لنبلوكم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. അല്ലാഹു തആല വലിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെയൊക്കെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ, ഈ ഭൂമിയിൽ കാണുന്നതിന് എല്ലാം ഇതിന് ഒരു സൗന്ദര്യമായി ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്, ഞാൻ ഏർപ്പാട് ചെയ്തതാണെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഭൂമി കണ്ടാൽ കണ്ടാൽ അവസാനിക്കാത്ത കാഴ്ചകള്, സമുദ്രം കണ്ടാൽ അവസാനിക്കാത്ത കാഴ്ചകള്, കടല്, കാനന ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മനുഷ്യൻ എത്രയോ യാത്ര ചെയ്യുന്നു. കാട് കാണാനും കാടിന്റെ വന്യത ആസ്വദിക്കാനും, അതുപോലെ പല പല സ്ഥലങ്ങളിൽ മൊട്ടക്കുന്നുകൾ കാണാൻ വേണ്ടിയിട്ട് എത്രയോ ദൂരമുള്ള വാഗമണിലേക്ക് മനുഷ്യൻ പോകുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, നമ്മുടെ നാടിന്റെ അടുത്ത് തന്നെയാണ്. ചെറിയ കുറെ മൊട്ടക്കുന്നുകളുണ്ട്. അല്ലാഹു തആല പറയുന്നത് ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ, ഭൂമിയിൽ ഉള്ളതെല്ലാം അതിന്റെ സൗന്ദര്യമാണ്. അല്ലാഹു തആല അങ്ങനെ സംവിധാനിച്ചിരിക്കുകയാണ്, കണ്ടാൽ കണ്ടാൽ തീരാത്ത സൗന്ദര്യത്തിന്റെ കാഴ്ചകൾ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാനാണ് ഞാൻ ഈ ഭൂമിയെ അലങ്കരിച്ചിരിക്കുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അത് തന്നെയാണ് ഇവിടെ നിങ്ങളെ സൃഷ്ടിച്ചത് അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരുണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. ഈ ഭൂമിയെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നതും നിങ്ങളിൽ ആരുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി. അല്ലാഹു തആല ഭൂമിയിൽ മനുഷ്യന് കൊതി തോന്നുന്ന കുറെ വസ്തുക്കളെ സംവിധാനിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്, മനുഷ്യന് രസകരമായ കുറെ അനുഭവങ്ങൾ ഭൂമിയിൽ കൊടുത്തു. അതില് ഒന്ന് അവനവൻ്റെതായ ചില ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അന്ത്യമില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഓരോ മനുഷ്യൻ വയസ്സായിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷേ അവന്റെ മനസ്സിൽ ഒന്ന് മാത്രം യുവത്വത്തിലാണ്. എന്താണ്? ആഗ്രഹമാണ്. ആഗ്രഹത്തിന് വയസ്സുണ്ടോ? അതിന് ചെറുപ്പം തന്നെയാണ് എപ്പോഴും. ചെറിയ കുട്ടികളുടെ ആയുസ് അല്ല, ആഗ്രഹം ചെറിയ ആഗ്രഹമൊന്നുമല്ല, അത് നല്ല യുവത്വത്തിൽ തന്നെ. വലിയ വയസ്സായ ആൾക്കാരുടെ ആഗ്രഹവും യുവത്വത്തിൽ തന്നെയാണ്. മനുഷ്യന്റെ പ്രായത്തിനോ ശരീരത്തിനോ അനുസരിച്ചല്ല ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം, അത് യുവത്വത്തിൽ തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് മനുഷ്യന് അല്ലാഹു തആല കുറെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്, കുറെ ഇഷ്ടങ്ങൾ മനുഷ്യന് കൊടുത്തിരിക്കുക. ആഗ്രഹം തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് മനുഷ്യൻ. അതിന്റെ കൂടെ മിനൻ നിസാഇ, ഏതൊക്കെയാണ് ഈ ആഗ്രഹങ്ങള്? മിനൻ നിസാഇ, സ്ത്രീകള്, വൽ ബനീന, മക്കള്, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, ശേഖരിച്ച് കൂട്ടിവെച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയും സമ്പത്ത്, വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്, വൽ ഖൈലിൽ മുസവ്വമ, മുന്തിയതരം വാഹനങ്ങൾ. മുന്തിയതരം വാഹനങ്ങൾ, വാഹനത്തിന്റെ ഒക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല.
എത്ര മുന്തിയതാണോ വാങ്ങാൻ കഴിയുന്നത് അതിനേക്കാൾ ഒരു പടി മുന്തിയത് വാങ്ങണമെന്നാണ്. കാരണം കൂട്ടുകാരൻ എനക്കാൾ മുന്തിയത് വാങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് സങ്കടവും. എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത് ഒരു നല്ല വാഹനത്തിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി, നല്ലൊരു വാഹനമൊക്കെ വാങ്ങിയിട്ടുള്ള സാമ്പത്തികമായിട്ടൊക്കെ പുരോഗതിയാണല്ലേ. പറഞ്ഞ് സാമ്പത്തികമായിട്ട് വലിയ പുരോഗതി ഉള്ളതുകൊണ്ടല്ല, എൻ്റെ ഒരു അയൽവാസി ഒരു വാഹനം പെട്ടെന്ന് വിൽക്കുന്നു. നല്ല വാഹനമാണ്. അപ്പൊ അയൽവാസി വിൽക്കാനുള്ള കാരണം ഇതാണ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അയാളുടെ കയ്യിലുണ്ടായിരുന്നതിനേക്കാൾ നല്ല വാഹനം വാങ്ങിയത് ഇദ്ദേഹത്തിന്റെ കുറച്ചിലായി. അതുകൊണ്ട് കിട്ടിയ വിലക്ക് കൊടുത്തിട്ട് അടുത്ത വാഹനം വാങ്ങി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹു പറയുന്നതാണ് വൽ ഖൈലിൽ മുസവ്വമ, പ്രത്യേകം അടയാളം വെച്ച, ഇത് ഇപ്പോഴത്തെ വാഹനങ്ങൾക്കില്ലാണല്ലോ പ്രത്യേക അടയാളം, ഫ്രണ്ടിൽ തന്നെ അടയാളം കാണണമെന്നാണ് കണക്ക്. ആ അടയാളമുള്ള വാഹനം തന്നെ വാങ്ങണമെന്നാണ്. അള്ളാഹു തആല ഖുർആനില് അന്നത്തെ കാലഘട്ടത്തിലുള്ള വാഹനമായ കുതിരയെ കുറിച്ചാണ് പറഞ്ഞത്. വൽ ഖൈലിൽ മുസവ്വമ, പ്രത്യേകം അടയാളമുള്ള കുതിരകൾ, മുന്തിയ കുതിരയുടെ അടയാളങ്ങളും ലക്ഷണങ്ങളും ഉള്ളത്. അഥവാ വാഹനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനത്തതായിരിക്കണം, മുന്തിയ ഇനം. വൽ അൻആമി വൽ ഹർഫ്, അത് കൂടാതെ മറ്റിതര സമ്പാദ്യ മാർഗങ്ങൾ, അത് നാൽക്കാലികളായിട്ടുള്ള സമ്പാദ്യ മാർഗങ്ങളും കൃഷിയിടങ്ങളായിട്ടുള്ള സമ്പാദ്യ മാർഗങ്ങളും, ഇങ്ങനെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളും അതിന്റെ അപ്പുറത്തേക്ക് സമ്പത്തിന്റെ ആധിക്യം ജനങ്ങളെ കാണിക്കാനുള്ള കുറേയേറെ ഉപാധികളും, ഇതെല്ലാം ലോകത്തിന്റെ സൗന്ദര്യമാണ്. മനുഷ്യൻ ആ സൗന്ദര്യം നേടാനുള്ള ഓട്ടത്തിലുമാണ്. മനുഷ്യന്റെ മനസ്സിൽ ഇതിനോടുള്ള ആഗ്രഹം കടന്നു കയറിയിരിക്കുകയാണ്, പറിച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് തന്നെയാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ, ഭൂമിയിലുള്ളതിനെല്ലാം ഞാൻ അലങ്കാരമാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് അയ്യുഹും ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാനാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് മുങ്ങിപ്പോകാതെ അതിന്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട് എന്ന ബോധത്തിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ലോക ജീവിതം പരീക്ഷണമാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കിലും നമ്മൾ അത് തന്നെയാണ് കേൾക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിന്? ലിനബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് നോക്കാൻ. നമ്മൾ ഇവിടെ നന്നായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ലോകത്തിലുള്ളതെല്ലാം പരീക്ഷണമാണ്. ലിനബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, ലോകത്ത് സൗന്ദര്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല പറയുന്നത് ഈ സൗന്ദര്യം പരീക്ഷണമാണ്, ഈ സൗഭാഗ്യങ്ങൾ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ വിശദമായി പറയുന്നത് പരീക്ഷണങ്ങൾ രണ്ട് രീതിയിലാണ്. ബിൽ ഖൈരി വശർരി ഫിത്ന വഇലൈനാ തുർജഊൻ, നിങ്ങൾക്ക് ലോകത്ത് ലഭിക്കുന്നത് സന്തോഷമാണോ? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ദുഃഖമാണോ? അതും പരീക്ഷണമാണ്. സാമ്പത്തികമായ അഭിവൃദ്ധിയാണോ? പരീക്ഷണമാണ്. ദാരിദ്ര്യമാണോ? പരീക്ഷണമാണ്. എല്ലാം പരീക്ഷണമാണ്. ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, അല്ലാഹു തആല നല്ലത് തന്നാലും പരീക്ഷിക്കാനാണ്, മോശം തന്നാലും പരീക്ഷിക്കാനാണ്. ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ, ലോകത്തെ ഒരുപാട് ലൗകികമായ സൗഭാഗ്യങ്ങൾ കിട്ടിയ മഹാനായ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത്ര വലിയ സൗകര്യങ്ങൾ ലോകത്ത് ഉപയോഗിച്ച മനുഷ്യരുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് തന്നെ ഉദൂഹുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്ർ, അങ്ങനെ സഞ്ചരിച്ചിരുന്ന പ്രവാചകനാണ് അദ്ദേഹം. ക്ഷണനേരം കൊണ്ട് എവിടെയും എത്താൻ കഴിയുന്ന രീതിയിലുള്ള വായുവിനെ ഉപയോഗിച്ച് യാത്ര നടത്തിയിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അനുഗ്രഹങ്ങളെ കുറിച്ച് സുലൈമാൻ നബി പറഞ്ഞത് ഇങ്ങനെയാണ്,
ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. ഞാൻ നന്ദിയോടുകൂടി അനുഗ്രഹങ്ങളെ കാണുവോ എന്ന് അള്ളാഹു എന്നെ പരീക്ഷിക്കാം. അപ്പൊ സൗഭാഗ്യം കിട്ടിയപ്പോൾ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി. ബുദ്ധിമുട്ട് വരുമ്പോഴും പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. സാധാരണ നമ്മള് ലൗകികമായ സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പറയുന്നത് നല്ല അവസ്ഥയാണ്, അൽഹംദുലില്ലാ, തരക്കേടില്ല, മെച്ചപ്പെട്ട നിലയിലാണ്. സംഗതി മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. അത് മെച്ചപ്പെട്ട നിലയിലാണെന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെ ആ മെച്ചപ്പെട്ട നില, സാമ്പത്തിക സ്ഥിതി, ആരോഗ്യസ്ഥിതി, ഇതെല്ലാം പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് കുറെ സമ്പത്ത് കൊണ്ടുവന്നു. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന സമ്പത്താണ്. അതെല്ലാം മദീനയുടെ പള്ളിയിൽ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. സഹാബാക്കള് വലിയ കൂമ്പാരമായി ധാന്യങ്ങൾ കിടക്കുന്നത് കണ്ടപ്പോ പ്രതീക്ഷയോടുകൂടി കാത്തു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദമായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും തരുമെന്നുള്ള പ്രതീക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കൾ ചോദിച്ചു, നിങ്ങള് അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്നും കുറെ പൈസ, കുറെ ധാന്യങ്ങൾ അല്ലെങ്കിൽ കുറെ സമ്പത്ത് കൊണ്ടുവന്നത് അറിഞ്ഞിട്ട് വന്നതാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അതെ, ഞങ്ങൾ അങ്ങനെ വന്നതാണ്. അവരുടെ അവസ്ഥ അത് തന്നെയാണ്, പ്രയാസങ്ങൾ ജീവിച്ചിരുന്നവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം, ലൽ ഫഖ്റ അഖ്ഷ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് പേടിയേ അല്ല. വലാകിൻ അഖ്ഷ അലൈക്കും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നത് അൻ തൂസത അലൈക്കും ഉദ്ദുന്യ, ലൗകികമായ വിഭവങ്ങൾ നിങ്ങൾക്ക് വിശാലമാകുന്നതിനെയാണ് എന്റെ പേടി. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ പൂർവികർക്ക് ലൗകികമായ വിഭവങ്ങൾ വിശാലമായി ലഭിച്ചതുപോലെ നിങ്ങൾക്കും അങ്ങനെ ലഭിക്കും എന്നതാണ് എന്റെ പേടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇപ്പൊ ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുന്നതാണ് എന്റെ പേടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഫതനാഫസുഹാ കമാ തനാഫസു ഫീഹാ, സമ്പത്ത്, നിങ്ങളുടെ മുൻഗാമികൾക്ക് സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർ മത്സരിക്കാൻ തുടങ്ങി. ഇത് കൂടുന്നതിനനുസരിച്ച് മതിയായി എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്യുക. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. ഇങ്ങനെയാണ്. 10 കിട്ടിയാൽ 100 വേണമെന്നാണ്. 2 പണം കിട്ടുമെന്ന് കേട്ടാൽ അവൻ മണ്ടും 18 ഘാതമെന്നാകില്ല. പിന്നെ കവികൾ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം. ഫതനാഫസുഹാ കമാ തനാഫസു, നിങ്ങളുടെ മുൻഗാമികള് പൈസ വരാൻ തുടങ്ങിയപ്പോ, സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോ മതി എന്ന ഭാവത്തില് സമാധാനപ്പെടുകയല്ല ചെയ്തത്. അവര് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു. അതുപോലെ നിങ്ങളും മത്സരിക്കും. നിങ്ങൾക്ക് ഇന്ന് ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, മത്സരമില്ല, അവനവന് കിട്ടിയതിനെ കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മത്സരം കൂടും. മത്സരം കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്ന് തന്നെ നമുക്കറിയില്ല. ഇന്ന് വാർത്തകൾ പറയണ്ടല്ലോ, ഞാൻ പറയണ്ടല്ലോ, പൈസയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്തൊക്കെയാ ചെയ്യുന്നത്. ആരെയും അറുകൊല ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരായി മനുഷ്യന്മാർ, ആരെയും ചതിക്കാൻ ഒരു മടിയില്ലാത്തവനായി മാറും, എന്ത് തോന്യാസവും ചെയ്യാൻ ഒരു മടിയില്ലാത്തവനായി മാറി. ജീവിതത്തിന്റെ മൂല്യങ്ങൾ അപ്പാടെ കൈയൊഴിച്ചു. എങ്ങനെയും പൈസ ഉണ്ടാകണമെന്ന മത്സരത്തില് മനുഷ്യൻ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ മൂല്യങ്ങളും മനുഷ്യൻ മറന്നു. അതിന്റെ അപ്പുറത്തേക്ക് സ്വന്തക്കാരെ മറന്നു, ബന്ധുക്കളെ മറന്നു, ഉപ്പയെയും ഉമ്മയെയും മറന്നു, സഹോദരിമാരെ മറന്നു. എങ്ങനെയൊക്കെ മനുഷ്യൻ ജീവിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സഹാബാക്കളെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമെന്നുള്ള ഒരു പേടിയേ എനിക്കില്ല. ദാരിദ്ര്യം വന്നാൽ മനുഷ്യൻ സമാധാനത്തിന് ജീവിച്ചോളൂ, ഉള്ളതിനെ കൊണ്ട് അന്നന്നത്തെ കാര്യങ്ങൾ നടത്തി ജീവിച്ചോളൂ. ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും കുറച്ച് പൈസ തരണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലുണ്ടായിരുന്നു, കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തെങ്കിലും കുറച്ചുകൂടെ കിട്ടിയാൽ തിരക്കേടില്ല, കയ്യിലുണ്ടായിരുന്നു, കൊടുത്തു. വീണ്ടും കാണാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു. എന്തെന്ന്, ഇത് വെറുതെ കിട്ടുമെന്ന് കേട്ടാൽ എന്താണ്? അങ്ങനെയാണ് അതിന്റെ ഒരു സ്വഭാവം. അങ്ങനെയാണ്, വെറുതെ കിട്ടുന്നതാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ ആ പണി നിർത്തുക. ഭിക്ഷാടനം അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, കൊടുക്കാതിരിക്കൽ മാത്രമേ ഉള്ളൂ. കൊടുത്തോണ്ടിരുന്നാൽ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ. അതിന് പല രീതിയിൽ കാണേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ അടിച്ച് അകറ്റിക്കളയല്ലേ. സമ്പത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് അവസാനിക്കാനുള്ള ഒരു മാർഗം അതാണ്. എന്നാൽ പിന്നെ ആവശ്യക്കാരുണ്ടാവും. ഇതിന്റെ ഇടയിൽ ഈ ആവശ്യക്കാര് അവഗണിക്കപ്പെട്ടു പോവാണ്. സത്യത്തിൽ പൈസ യാചിച്ചു വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആവശ്യക്കാരുണ്ടാവും. പക്ഷെ ഇത് ഒരു വലിയ വ്യവസായമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാലോ, ഭിക്ഷാടനം ഇന്നെന്താണ്? വലിയ വ്യവസായമാണ്. എല്ലാ നഗരങ്ങളെയും കേന്ദ്രീകരിച്ച് നടക്കുന്ന വമ്പൻ വ്യവസായങ്ങളിലൊന്നാണ് ഭിക്ഷാടനം. അങ്ങനെ മാറിയപ്പോൾ ആവശ്യക്കാര് തഴയപ്പെട്ടു പോവാണ്. ഏതായാലും ഹക്കീം ഇബ്നു ഹിസാം വീണ്ടും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന ദുനിയ ഹുൽബത്തുൻ ഖദറ. ഹക്കീമെ, ഈ ദുനിയാവുണ്ടല്ലേ, പൈസ, ഹുൽവത്തുൻ, നല്ല ടേസ്റ്റാണ്, രസമാണ്. ഇത് കുറച്ച് പോക്കറ്റിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും അല്ലെ, ഇടക്കിടയ്ക്ക് അക്കൗണ്ടൊക്കെ ഇടും, ബാലൻസ് ഒക്കെ നോക്കുന്നത്. കുറവാണെങ്കിൽ കാര്യമായിട്ട് നോക്കല, കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി, അത് സന്തോഷം. അതുനിയ ഹുൽവത്തുൻ, അതിന് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര രസമാണ്. ചെറിയ കുട്ടികളുണ്ടാവും, ചില്ലറ പൈസക്കാരെ എണ്ണി വെക്കും, പിറ്റേന്ന് രാവിലെ എടുത്ത് ഒന്നും കൂടെ എണ്ണും. ഇങ്ങനെ അത് രസമാണ്. അതുനിയ ഹുൽവത്തുൻ ഖദറത്തുൻ, കാണാൻ നല്ല ഭംഗി, കാണാൻ രസം, അനുഭവിക്കാൻ രുചി. ഇത് രണ്ടുമാണ് ഹക്കീമെ ഈ സമ്പത്ത് എന്ന് പറയുന്നത്. ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു തആല നിങ്ങൾക്ക് ഈ പൈസ തന്നിട്ട് ഈ ലോകത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പൈസ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലാഹു തആല. ഇതിന്റെ കൈകാര്യ അവകാശം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫനാദിറുൻ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് അള്ളാഹു നോക്കുന്നുണ്ട് ഹക്കീമെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ തത്വം പറഞ്ഞു, നമ്മളെല്ലാം പാലിക്കേണ്ടുന്ന തത്വമാണ്. ഹക്കീമെ, ആരെങ്കിലും പോരാ എന്ന വിചാരത്തിൽ ഇത് വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്നാൽ അള്ളാഹ് ബറക്കത്ത് ചെയ്യുകയില്ല. പോരാ എന്ന ചിന്ത ജീവിതത്തിൽ അവസാനിക്കുക. എക്കാലവും ഇത് തന്നെയായിരിക്കും മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് പോരാ എന്ന വിചാരം ഹക്കീമെ നിനക്ക് സമ്പത്തിനോട് വേണ്ട. എന്നാൽ കിട്ടുന്നത് കുറച്ചാണ്, സന്തോഷത്തോടുകൂടി വാങ്ങിയാൽ ബാറക, അല്ലാഹു തആല അതിൽ ബറക്കത്ത് ചെയ്യും. ലൈസൽ ഗിന അൻ കസറത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വസ്തുക്കളുടെ ആധിക്യമല്ല സമ്പന്നത എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിന ഗിനൽ ഖൽബ്, കിട്ടിയത് ഇത്രയേ ഉള്ളൂ, മതി, ഇത്രയേ ഉള്ളൂ, അൽഹംദുലില്ലാഹ്, മതി. ഇങ്ങനെ കിട്ടുന്നതിൽ എന്നാണോ മതി എന്ന് തോന്നുന്നത് അന്നാണ് ഹക്കീമെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവും. പോരാ നാളിൽ അല്ലെ, അത് നമ്മളൊക്കെ അറിയുന്ന കവിതകളാണ്. അപ്പൊ പോരാ എന്നുള്ള ചിന്തയില് ഹക്കീമെ ബറക്കത്തില്ല, സമ്പത്തിലെ ബറക്കത്ത് പോകും. എപ്പോഴും ഇങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞു. താരീഖിൽ താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ മതി. അബൂദറെ, താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ പൈസയുടെ കാര്യത്തിൽ മുകളിലോട്ട് നോക്കണ്ട. എന്നാൽ കിട്ടിയതിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു സ്വസ്ഥതയും കാണില്ല.
പഴയ കാലത്ത് ഈ കൊച്ചു കുട്ടികൾക്ക് അല്ലെ മീൻ പൊരിച്ച കൊടുക്കുമ്പോൾ ചേട്ടന്റെ പാത്രത്തിലാണോ വലുത്, നമ്മുടെ പാത്രത്തിലാണോ വലുത് എന്ന് നോക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉള്ളതാണത് അല്ലെ. മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. ഇപ്പൊ ജ്യേഷ്ഠനും അനിയനും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോ മീൻ പൊരിച്ചത് കൊടുക്കുമല്ലോ. അപ്പൊ സ്വന്തം പാത്രത്തിൽ നോക്കുന്നതിനേക്കാൾ മുമ്പ് അടുത്ത പാത്രത്തിൽ നോക്കും. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ളതിൽ നീ തൃപ്തനായി ജീവിച്ചാൽ നിനക്കതിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ച് നടക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹക്കീം ഇബ്നു ഹിസാമിനോട് പറയാം. ഇപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങളുടെ ജീവിതം പരീക്ഷണമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് അനുഭവിക്കാൻ കിട്ടിയിരിക്കുന്ന സന്തോഷങ്ങള്, ഇതിന്റെ സൗന്ദര്യങ്ങള്, ഇതെല്ലാം പരീക്ഷണമാണ്. ഇതിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് അള്ളാഹു തആല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നഫ്സു തബ്കി അല ദുനിയ വഖദ് അലിമത് ഇന്ന സലാമത ഫീഹാ തർകു മാ ഫീഹാ. അന്നഫ്സു തബ്കി, മനസ്സ് കരഞ്ഞു പോവുകയാണ്. ഞാൻ കരഞ്ഞു പോകുന്നു. അന്നഫ്സു തബ്കി അല ദുനിയ, ദുനിയാവ് നഷ്ടപ്പെടുമ്പോൾ മനസ്സ് കരഞ്ഞു പോകുന്നു. അത് അലിമത്, എന്നാൽ ആ മനുഷ്യന് തന്നെ അറിയാം, അന്ന സലാമത ഫീഹാ തർകു മാ ഫീഹാ, ഈ ലോകത്ത് സമാധാനത്തിൽ ജീവിക്കാനുള്ള വഴി ഇത് വേണ്ടാന്ന് വെക്കലാണ് എന്ന് അറിയാം. എന്നാലും നഷ്ടപ്പെടുമ്പോ കരഞ്ഞു പോവാണ്. അത് കിട്ടിയില്ലല്ലോ, മറ്റത് കിട്ടിയില്ലല്ലോ, അവിടെ നിന്ന് കിട്ടാനുള്ള കിട്ടിയില്ലല്ലോ, മനുഷ്യൻ ഇങ്ങനെ കരയാണ്. അളവ് കുറയുന്നതാണ് സമാധാനം എന്ന് അനുഭവം കൊണ്ട് അറിയാമെങ്കിലും കുറയുമ്പോൾ മനുഷ്യൻ കരയുകയാണ്. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി ബാനി. ഒരു മനുഷ്യന് മരണത്തിന് ശേഷം താമസിക്കാനുള്ള വീടെന്ന് പറഞ്ഞാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് വെച്ച് പരലോകത്ത് പണിത് വെച്ച വീട് മാത്രമാണ്. ആ വീട്ടിലെ താമസിക്കാൻ പറ്റുള്ളൂ. ഈ നാട്ടിലുണ്ടാക്കുന്ന വീടൊന്നും താമസിക്കാൻ കഴിയില്ല. ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് അപ്പുറത്തെ നാട്ടിൽ നമ്മൾ എന്ത് പണിത് വെച്ചോ ആ വീട്ടിലെ താമസിക്കാൻ കഴിയുള്ളൂ. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി ബാനിഹാ. ഈ ലോക ജീവിതത്തിൽ പരലോകത്ത് പണിത വീട്ടിലാണ് നാം താമസിക്കുള്ളൂ. ഫഇൻ ബനാഹാ ബിഖൈരിൻ താബ മസ്കനുഹാ ഫഇൻ ബനാഹാ ബിശർരിൻ ഖാബ ബാനിഹാ. നല്ല നിലയിൽ പരലോകത്തെ വീട് നമ്മൾ പണിത് വെച്ചാൽ നന്നായി സമാധാനപൂർവ്വം അവിടെ താമസിക്കും. ഇനി അങ്ങനെ പണിതില്ലെങ്കിലോ ദുരിതം നിറഞ്ഞ ഒരു താമസമായിരിക്കും അവിടത്തേത്. ഐനൽ മുലൂകുല്ലതി കാനത് മുസൽതനതൻ ഹത്താ സഖാഹാ ബികഅസിൽ മൗതി സാഖിഹാ. എവിടെ രാജാക്കന്മാരെല്ലാം എവിടെ പോയി? അധികാരം ഉണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാം എവിടെ പോയി? ആ അധികാരം വെച്ചിട്ട് ഈ ലോകത്ത് ഒരുപാട് പണിതുയർത്തിയില്ലേ? അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ അവരെല്ലാം പോയി. പണിതുണ്ടാക്കിയത് ഇവിടെ ബാക്കിയാവുകയും പണിതവരെല്ലാം മറ്റു നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അവിടത്തേക്ക് എന്തെങ്കിലും പണിത് വെച്ചിരുന്നു എങ്കിൽ അതവിടെ അവർക്ക് ലഭിക്കും. അംബാലുന, നമ്മുടെ ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ അനന്തരാവകാശികൾക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തരാവകാശികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പൈസ. വീടുകളൊക്കെ സ്വമേധയാ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. എത്രയോ പട്ടണങ്ങൾ പണിയപ്പെട്ടിട്ടുണ്ട്. ആ പട്ടണങ്ങളെല്ലാം പണിതവർ അവരുടെ വഴിക്ക് പോയി. ഈ നിലയിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു വിശദമായി പറയുന്നുണ്ട്, ഈ ലോകത്തെയും പരലോകത്തെയും ചേർത്ത് വെച്ചുകൊണ്ട്, ലികുല്ലി നഫ്സിൻ വഇൻ കാനത് അലാ വജ്ലിൻ മിനൽ മനിയ്യതി ആമാലുൻ തുഖബ്ബിഹാ. എല്ലാ മനുഷ്യനും അറിയാം മരിക്കുമെന്ന്. എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ആഗ്രഹവും പേറി ജീവിക്കുകയാണ് എല്ലാ മനുഷ്യരും. അലി റളിയല്ലാഹു അൻഹു പറയും, മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ആഗ്രഹവും പേറി ജീവിക്കാൻ മനുഷ്യൻ. എന്നാൽ ആ മരണത്തിന് വേണ്ടിയുള്ളത് വല്ലതും തയ്യാറാക്കുന്നുണ്ടോ? ഇല്ല. അതിനു വേണ്ടിയുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുമില്ല. ഈ നിലയിൽ മനുഷ്യൻ ജീവിച്ചു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ പറയുന്ന കാര്യവും കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസ. ഈ ലോകത്തുള്ളതിനെല്ലാം ഞാൻ സൗന്ദര്യമായി പണിത് വെച്ചിരിക്കുകയാണ്, പക്ഷേ ഞാൻ ഇതിനെ മുഴുവൻ തരിശ് മണ്ണാക്കി മാറ്റും. ഒരു മലയും കാണില്ല, ഒരു കാടും കാണില്ല, ഒരു പുഴയും ഒരു സമുദ്രവും ഒന്നുമില്ലാതെ വെറും തരിശായ മണ്ണാക്കി ഇതിനെ മാറ്റാൻ പോവാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് നിങ്ങൾ വിലപ്പെട്ടത് എന്ന് കാണുന്ന ഒന്നിനും അള്ളാഹ് ഒരു വിലയും ഇട്ടിട്ടില്ല. ഈ ലോകത്ത് സൗന്ദര്യം ഉള്ളത് എന്ന് തോന്നുന്ന ഒരു സാധനത്തിനും അള്ളാഹു ഒരു സൗന്ദര്യവും കണ്ടിട്ടില്ല. എല്ലാത്തിനെയും നിരപ്പാക്കി അള്ളാഹു തആല മാറ്റും. ഖിയാമത്തിന്റെ സന്ദർഭത്തിൽ നമുക്കറിയാം, ആ സമയത്ത് ലോകം മുഴുവൻ ഒന്നായി മാറാനുള്ളതാണ്. ഒരൊറ്റ തട്ടായിട്ട് ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയും. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ലോകത്തിനെ സംബന്ധിച്ച് അള്ളാഹു തആല എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം മനുഷ്യൻ അവന്റെ വ്യക്തി ജീവിതത്തിലും ചേർത്ത് വെച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്ന് വെച്ചാല് ഈ ലോകത്ത് നല്ല സൗന്ദര്യമായ ഇടങ്ങളുണ്ട്, അള്ളാഹു അതിനെല്ലാം നിരപ്പാക്കി തീർത്ത് കളയും. അതുപോലെ മനുഷ്യൻ അവന്റെ ശരീരത്തിന് ഒരുപാട് പോഷകങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പോഷകങ്ങളൊന്നും പരലോകത്തേക്ക് ഉപകാരപ്പെടില്ല. ആരാണോ ആത്മാവിന് പോഷണം കൊടുക്കുന്നത് അത് മാത്രമേ പരലോകത്തേക്ക് ഉപകാരപ്പെടൂ. ദുനിയാവിന് വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതൊന്നും പരലോകത്തിന് വേണ്ടി ഉപകാരപ്പെടാം. ഞാൻ ഈ പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കണ്ട എന്നോ സമ്പത്ത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാന്നോ അല്ല. പക്ഷേ ആർത്തി, സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി അപകടമാണ് എന്നതാണ് വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട്. സമ്പത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രയോഗിച്ച ഒരു പദം ഖൈർ എന്നാണ്. സമ്പത്ത് ഖൈറാണ്, നല്ലതാണ്. എന്ന് മാത്രമല്ല, ഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറ. നിങ്ങൾ ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ, ഇദാ ഖുദിയത്തി സ്വലാത്ത്, നിങ്ങൾ ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ മുഴുവൻ പരക്കണം, എല്ലായിടത്തും നിങ്ങൾ പോകണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, എന്തെങ്കിലും കച്ചവടം ചെയ്ത് വാങ്ങാൻ പറ്റുന്നത്, ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഉണ്ടാക്കിക്കോളി. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ജുമുഅയ്ക്ക് ശേഷമുള്ള സമയം ബിസിനസ്സിന് ഏറ്റവും പറ്റിയ സമയമാണ്. കാരണം ഖുർആൻ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. കച്ചവടത്തിന് ഏറ്റവും പറ്റിയ സമയമായിട്ട് ഖുർആൻ പ്രയോഗിച്ച ഒരു സമയം അതാണ്. ഇദാ ഖുദിയത്തി സ്വലാത്തു, ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യമായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സമയമാണ്, അത് വാങ്ങിയെടുത്തോളിരുന്ന് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ അല്ലാഹു തആല സമ്പത്തിനെ കുറിച്ച് ഔദാര്യം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഹജ്ജ് വലിയ പുണ്യമായ അമലാണ്. പുണ്യമായ ഹജ്ജിന് വരുന്ന സമയത്ത് കച്ചവട സാധനങ്ങളുമായി വരുന്നവരുണ്ടായിരുന്നു ഹജ്ജിന്. പലരും അവരെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയും സംസാരിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത്, കിട്ടുന്ന സമ്പത്തുണ്ടാകുന്ന അവസരം അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വർധനവ് ലഭിക്കുന്ന സന്ദർഭം ഉപയോഗപ്പെടുന്നവർ ഉപയോഗിച്ചോട്ടെ. ആ സമയത്ത് കച്ചവടം ചെയ്യുന്നവർ കച്ചവടം ചെയ്തോട്ടെ. അപ്പൊ മിനായും അതുപോലുള്ള വലിയ വലിയ മാർക്കറ്റുകൾ, ലോകത്തിലുള്ള പല നാടിൽ നിന്നും ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സമയം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ അവിടെ കൊണ്ട് വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കുകയോ കാശ് വാങ്ങുകയോ ഒക്കെ ആകാം. അപ്പൊ സമ്പത്ത് ആവശ്യമാണ്, പക്ഷെ ആവശ്യത്തിന്റെ അളവിൽ അതിനെ കാണണം. അതിനോട് അത്യാർത്തി വരുമ്പോഴേക്ക് അത് മനുഷ്യനെ നശിപ്പിച്ചു കളയും. അങ്ങനെയാണ് സമ്പത്ത് പരീക്ഷണമാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമ്പത്ത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് അതിൻ്റെതായ നിലയിൽ നിങ്ങൾ എടുക്കണം. സാധാരണ ഒരു ഉദാഹരണം പറയാനുണ്ട്. വെള്ളവും വെള്ളവും. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം. പക്ഷേ വള്ളത്തിൽ വെള്ളം കയറിയാൽ എങ്ങനെ ഉണ്ടാവും? വള്ളത്തിൽ വെള്ളം കയറി, അതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ. ഈ ലോകത്തൂടെ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായേ പറ്റൂ. സമ്പത്തുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഒന്നായി ഇത് പിടിച്ച് മുക്കിക്കളഞ്ഞാൽ പരലോകത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ അധ്വാനത്തിന്റെ സമയങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതിൽ മുങ്ങിപ്പോകാൻ പാടില്ല. അതിന് അതിന്റെ അളവിൽ കാണണം. അത് നിർത്തേണ്ടിടത്ത് നിങ്ങൾ
നിർത്തണം. അങ്ങനെ നിർത്തുകയാണെങ്കിൽ സമ്പത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പത്ത് കൊണ്ട് വലിയ സൗഭാഗ്യം നേടിയെടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പത്ത് കൊണ്ട് വലിയ സൗഭാഗ്യം നേടിയെടുത്തു. അങ്ങനെ എത്രയോ ആൾക്കാർ സമ്പത്ത് കൊണ്ട് അനുഗ്രഹം നേടിയെടുത്തു. പക്ഷെ ഇവര് സമ്പത്തിനൊരു പരീക്ഷണമായി കണ്ടവർ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ മനുഷ്യരെ പല തട്ടുകളാക്കിയത്, ചിലരെ സമ്പന്നരും ചിലരെ ദരിദ്രരുമാക്കിയത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ സമ്പത്തുള്ളവരെയും പരീക്ഷിക്കുകയാണ്. നമ്മുടെ അയൽവാസി ദരിദ്രനാണ്, അദ്ദേഹം വലിയ സമ്പന്നനാണ്. ആ ദരിദ്രനായ അയൽവാസിയെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അവന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സമ്പന്നനായ അയൽവാസിയെയും അള്ളാഹു പരീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അയൽവാസികളെ തമ്മിൽ തന്നെ അറിയാത്ത അവസ്ഥയിലായി മാറിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ തന്നെ അള്ളാഹു തആല പല രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിൽ തന്നെ നല്ല സമ്പന്നനുണ്ടാവും, വളരെ ദരിദ്രനുണ്ടാവും. എന്താ അർത്ഥം? അള്ളാഹു പരീക്ഷിക്കാൻ, രണ്ടു കൂട്ടരെയും പരീക്ഷിക്കാൻ. ഈ ദരിദ്രനായ ബന്ധുവിനെയും അള്ളാഹ് പരീക്ഷിക്കുകയാണ്, സമ്പന്നനായ മനുഷ്യനെ അള്ളാഹു തആല പരീക്ഷിക്കുകയാണ്. ആ നിലയിൽ കൂടി സമ്പത്ത് അള്ളാഹു തആല എന്റെ കയ്യിൽ തന്നത് ഇതൊരു പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ സമ്പത്തിനോടുള്ള ബാധ്യത കൃത്യമായി നിർവഹിക്കുന്നവരായി മാറും. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതെല്ലാം قل لو كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. നിങ്ങളുടെ ഈ കാണുന്ന വസ്തുക്കളെല്ലാം അള്ളാഹിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറിയാൽ ഭയങ്കര അപകടമാണ്. ഫതറബ്ബസു, നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹിന്റെ കൽപ്പന വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോ. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വീട് അള്ളാഹിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, റസൂലിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോ ആ സമ്പത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ വീട് വലുതാക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ഫതറബ്ബസു, അപകടമാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ചില സാധുക്കളുണ്ട്, സമ്പന്നരായ ചില സാധുക്കളുണ്ട്, ദൗർഭാഗ്യവാന്മാരാണ്. ഒരു മസ്ജിദിന്റെ ആവശ്യത്തിന് വേണ്ടി ചെന്ന് കയറിയാൽ 100 രൂപ. അല്ലാഹു, നമ്മൾ പണ്ടൊരു ഒരു മനുഷ്യന്റെ അടുത്ത് കാര്യപ്പെട്ട ഒരാള് പറഞ്ഞയച്ച, നമ്മുടെ തിരുവനന്തപുരത്തൊരു മദ്രസ ഉണ്ട്, അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയത്. ഒരാൾ പറഞ്ഞയച്ചു, ഇന്നയാളുടെ അടുത്ത് നിങ്ങളിന്ന് പോണം, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കാര്യമായി റമദാൻ മാസത്തിലാണ് 100 രൂപ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിൽ കുറച്ചൊരാൾക്ക് കൊടുക്കൂല. ടൗണിന്റെ നടുവിൽ നല്ല സൗധമൊരെണ്ണം പണിത് വെച്ച്, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അങ്ങനെ പരിഹസിക്കുക, കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ പറഞ്ഞത്, ദീനിന്റെ കാര്യം വരുമ്പോ പൈസ ഇങ്ങോട്ട് വരില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ എത്രയും ചെലവാക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ തറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, സാധാരണ വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ. ആ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹം എല്ലാ മാസവും ഒരു ദീനി സ്ഥാപനത്തിന് വേണ്ടി നല്ലൊരു തുക കൊടുത്തിരുന്നു. പെട്ടെന്ന് സാമ്പത്തികമായ വളർച്ച ഉണ്ടായി, വീട് നന്നാക്കാൻ തീരുമാനിച്ചു. വല്യപ്പോൾ ഒരു വീട് കൊടുത്തു. വീടിന്റെ പണി തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുവരെ ഞാൻ തന്നിട്ടുന്ന പൈസ തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ്, ഇനി വീട് പണി തീർന്നതിന് ശേഷം വീട് പണി തീർന്ന് ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം ദുനിയാവിൽ നിന്ന്, എന്തൊരു ദൗർഭാഗ്യമാണ് ആലോചിച്ചു. ദീനിയായ ആവശ്യങ്ങൾ, സഹോദരങ്ങളെ, നമ്മളുടെ അല്ലാഹു തആല പൈസ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെയാണ്. ഇപ്പൊ ഈ ഒരു വീട്, ഈ ഒരു മസ്ജിദ് നമ്മൾ ആലോചിച്ചു. മസ്ജിദ് ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ്. നമ്മുടെ മസ്ജിദ് ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ്.
സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ സംബന്ധിച്ച്. ഇപ്പൊ സമ്പത്ത് ഉണ്ടാകട്ടെ, ബറക്കത്തുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, അള്ളാഹുവിന്റെ ഔദാര്യം ലഭിക്കട്ടെ. പക്ഷേ മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെ ആകാൻ നമുക്ക് കഴിയണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ പോലെ ആകാൻ നമുക്ക് കഴിയണം. നമ്മുടെ കയ്യിലുള്ള ആവശ്യത്തിന്, ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കണം. തബൂക്കിന്റെ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് വെച്ചു. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ലിസ്റ്റ് അങ്ങോട്ട് വായിച്ചു. ഇത്ര ഒട്ടകങ്ങള്, ഇത്ര കുതിരകള് എന്നൊക്കെ കൊണ്ട് ലിസ്റ്റ് വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ബഅദ ഹാദാ, ഇത്ര വലിയ സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഉസ്മാന് ഇനി ലോകത്തൊന്നും നഷ്ടപ്പെടാനില്ല, പരലോകത്തും ഒന്നും നഷ്ടപ്പെടാൻ. ഇതാണ് മാതൃക. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മാതൃക അതാണ്. ഏത് സാഹചര്യത്തിലും സമ്പത്ത് ദീനിന് ആവശ്യമുണ്ടോ അന്നേരം കൊടുക്കാൻ. മസ്ജിദ് നബവി വലിപ്പം പോരാതെ വന്നു, സഹാബാക്കളുടെ എണ്ണം കൂടി, വലുതാക്കണം, ആ 2 ഭൂമി വാങ്ങിക്കൊടുക്കാൻ. അന്നേരം തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ഇതാണ് സമ്പത്ത്, ഇതാണ് അതിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നത്. ഈ നിലയിൽ കൂടി നമ്മൾ സമ്പത്തിനെ മാത്രമല്ല കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എല്ലാം സീനത്താണ്. നമുക്ക് ആരോഗ്യം സീനത്താണ്, നല്ല നാവ് സീനത്താണ്, എല്ലാം സീനത്താണ്. ഈ സീനത്തെല്ലാം നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അതിനോടൊപ്പം ഇതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ഇതിനോടുള്ള നന്ദി, ശുക്ർ കാണിച്ച് ഈ ലോകത്ത് ജീവിക്കാവുന്നതാണ്. അജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഒരു മുഅ്മിന് പ്രയാസമുണ്ടായാൽ സബറ വകാന ഖൈറൻ ലഹു, പ്രയാസമുണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കും, അതവന് ഹൈറായിട്ട് മാറും. അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നന്ദി കാണിക്കും, വകാന ഖൈറൻ ലഹു. അപ്പൊ എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്നവർ എന്ന് നമ്മൾ സാധാരണ പൂച്ചയെ കുറിച്ച് പറയും. അതുപോലെ അനുഗ്രഹം ഉണ്ടായാലും അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തും, പ്രയാസങ്ങൾ ഉണ്ടായാലും അങ്ങനെ ഉപയോഗപ്പെടുത്തും. ഈ നിലയിൽ കൂടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള വിഭവങ്ങള്, വസ്തുക്കള്, അതെന്താണെങ്കിലും അത് പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ തന്ന വസ്തുവിനെ കൊണ്ട് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ്, അതിനെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയം. എത്രയേറെ കെട്ടിപ്പൊക്കിയാലും, എത്രയേറെ സമ്പാദിച്ചു കൂട്ടിയാലും അതിനെ എല്ലാം അല്ലാഹു തആല തരിശാക്കി മാറ്റും. ഒന്നുമല്ലാതെ എല്ലാം തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ തന്നെ. എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കിയാലും എല്ലാം അവസാനം തീർന്നു പോകുന്ന ഒരവസ്ഥയിൽ നമ്മളെത്തും. വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എന്താണ്, അത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാനും അതിനെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴിയിൽ ഉപയോഗിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.